J.K. റൗളിംഗ് ഒരു ഗ്രന്ഥം പുറത്തിറങ്ങി മണിക്കൂറുകൾക്കകം 1,10,00,000 പ്രതികൾ വിറ്റഴിയുക. അതേ ഗ്രന്ഥം 65 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുക. 21-ാം നൂറ്റാണ്ടിലെ പുസ്തക പ്രസാധനത്തിൽ അത്യപൂർവ നേട്ടങ്ങൾ J.K. റൗളിങ്ങിനും അവരുടെ കൃതിയായ ഹാരി പോട്ടർക്കും സ്വന്തം. ഉന്നതമായ വിജയങ്ങൾ നേടുന്നതിനു മുൻപ് റൗളിംഗ് അതിജീവിച്ച പ്രതിസന്ധികളാണ് ഈ വിജയം കൂടുതൽ മഹത്തരമാക്കുന്നത്. 1965 ജൂലൈ 31 ഇംഗ്ലണ്ടിലാണ് ജോവാൻ റൗളിംഗ് എന്ന J.K. റൗളിംഗ് ജനിച്ചത്. രോഗബാധിതയായിരുന്ന അമ്മയുടെ മരണം റൗളിങ്ങിന് ആഘാതമായിരുന്നു. പിന്നീട് പോർച്ചുഗലിൽ ഇംഗ്ലീഷ് അധ്യാപിക ആയിരിക്കെ നടന്ന വിവാഹം അസ്വസ്ഥതകൾ നിറഞ്ഞതായിരുന്നു. 2 വർഷമേ വിവാഹബന്ധം നീണ്ടുനിന്നുള്ളൂ. ആ ബന്ധത്തിലുണ്ടായ കൈക്കുഞ്ഞുമായി ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തിയ റൗളിംഗ് തൻ്റെ രചനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1990 മാഞ്ചസ്റ്ററിൽ നിന്നും ലണ്ടനിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയിലാണ് ഹാരി പോട്ടർ എന്ന കഥാപാത്രം റൗളിങ്ങിൻ്റെ മനസ്സിൽ രൂപപ്പെടുന്നത്. 4 മണിക്കൂർ വൈകി ഓടിയ ട്രെയിനിലിരുന്ന് രൂപപ്പെടുത്തിയ ആശയം ഒരു കടലാസിലേക്ക് പകർത്താൻ അവരുടെ കൈവശം പേനയില്ലായിരുന്നു. സ്വതവേ അന്തർമുഖ ആയ റൗളിങ്ങിന് മറ്റൊരാളോട് പേന ചോദിക്കാൻ പോലും ജാള്യമായിരുന്നു. വിപണന മൂല്യമില്ല എന്ന കാരണം പറഞ്ഞ് 12 പ്രസാധകരാണ് ഹാരി പോട്ടറെ തിരസ്കരിച്ചത്. അവസാനം ലണ്ടനിലെ പ്രസാധകരായ ബ്ലൂംസ്ബറി പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവാൻ കാരണം ഒരു 8 വയസ്സുകാരിയാണ്. ചെയർമാൻ്റെ 8 വയസ്സുകാരി പുത്രി ആലീസ് ന്യൂട്ടനെ ഹാരി പോട്ടറിൻ്റെ ആദ്യത്തെ അധ്യായം വായിച്ചു നടത്തിയ വിലയിരുത്തലുകളും തുടർന്നുള്ള അധ്യായങ്ങൾ വായിക്കാൻ കാണിച്ച ആവേശവുമാണ് കുട്ടികൾ ഈ രചന സ്വീകരിക്കും എന്നുറപ്പിക്കാൻ കാരണമായത്. ഹാരി പോട്ടർ സീരീസിലെ ആദ്യ ഗ്രന്ഥം 1997 പുറത്തിറങ്ങി. 1000 പ്രതികൾ മാത്രം. അവിടെ നിന്നും റൗളിംഗ് ഒരു ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. 7 സീരീസുകളിലായി ഇതിനോടകം 45 കോടി പുസ്തകങ്ങളാണ് വിറ്റുപോയത്. ഹാരി പോട്ടർ സിനിമകളും വൻ വിജയമായി. പുസ്തക രചനയിലൂടെയും സിനിമയിലൂടെയും സഹസ്ര കോടികൾ സമ്പാദിച്ച റൗളിങ്ങിനെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തി. കഴിവുകളെ ഏതെങ്കിലും മേഖലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ ഒരിക്കൽ വിജയം നേടാനാവും എന്നത് റൗളിങ്ങിൻ്റെ ജീവിതം തെളിയിക്കുന്നു. 2001 അവർ മൈക്കിൾ മുറെ എന്ന ഡോക്ടറെ വിവാഹം കഴിച്ചു. അതിൽ അവർക്ക് 2 മക്കളുമുണ്ട്.